ഡാഡി. തിന്നാൻ എന്തെങ്കിലും ഉണ്ടോടി? എന്നെ തിന്നത് പോരെ? ആപ്പിൾ മതിയോ? ഒരു മിനിറ്റ്. സാറിന് വയസ്സാകുന്നല്ല. അത് പിന്നെ എനിക്ക് മാത്രമല്ലല്ലോ. 6 കൊല്ലമായി. ഇന്നലെ കഴിഞ്ഞതുപോലുണ്ട്. ഇനി നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാനെന്ത് ചെയ്തു? എന്റെ രവിയേട്ടനല്ലേ എനിക്കെല്ലാം ചെയ്തത്. എന്താ എഴുന്നേക്കുന്നില്ലേ? എത്ര സമയമായി? 6:30 ആയടി. അലാറം അടിച്ചോ? അടിച്ചു. ഞാൻ കേട്ടില്ലല്ലോ. പുറത്തുപോലെ കിടന്നുറങ്ങിയാ പിന്നെ എങ്ങനെ കേൾക്കാനേ? എനിക്ക് ഡാഡി ഇന്ന് കാലത്ത് തന്നെ കുറച്ച് സ്മാർട്ടാണല്ലോ. ഡാഡി ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? എന്താ ഡാഡിയും മോളും തമ്മിൽ ഒരു മീറ്റിംഗ് ഇവിടെ വെളുപ്പാങ്കാലത്ത്? മമ്മി, ഡാഡി ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടോന്ന്. പിന്നെ നിന്റെ ഡാഡിക്ക് ദിവസം അതല്ലേ പണി. ഉറങ്ങാറില്ലല്ലോ. ആ കൊച്ചിന്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നാണം. എന്താ ഇവിടെ? ആ സ്വപ്നം മമ്മി. ഒന്നുമില്ല മോളെ. എന്തായി കാണിക്കുന്നത്? ഡാഡി ഡാഡി ഡാഡി, ഒരു മിനിറ്റ് കേട്ടോ. മോളകത്ത് കയറിയോ? പിന്നെ ഞാനൊരു സാധനം തരാം. ഓഫീസിൽ പോണ വഴിക്ക് അതാ പത്മയുടെ വീട്ടിൽ. എങ്ങനെ ഉണ്ടായിരുന്നു? അവളുടെ ഒരു നാളം വയസ്സാകുന്നടി. എന്താ മമ്മി? ഒന്നുമില്ല, വാ.
ഷൂ കാണുന്നില്ലല്ലോ. കട്ടിലിന്റെ അടി കാണും. ബൈ ഡാഡ്. ഗുഡ് മോർണിംഗ് അരവിന്ദ് അങ്കിൾ. മോർണിംഗ് മോർണിംഗ്. കുഞ്ഞുമോളുടെ ട്യൂഷൻ ഇന്ന് കാലത്തെയാണോ? അതെ. Sir, there was a call for you. ജോൺ സക്കറിയ. സാറിന് പരിചയമുണ്ടെന്ന് പറഞ്ഞു. ജോൺ സക്കറിയ. Heavy here. John Zakaria. Who? Father John Zakaria. Father John. Oh, Father. Father John. From where? Here only. Oh my God. എപ്പോ വന്നു? ഇന്നലെ വൈകുന്നേരം വന്നതാ. രവിയെ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം. ഓ, കാണാമല്ലോ. Here only. Why don't you drop in? അല്ല, രവിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? വരാമല്ലോ. ഫാദർ എവിടുന്നാ സംസാരിക്കുന്നത്? ഈ സെന്റ് മേരീസ് ചർച്ച് ഉണ്ടല്ലോ, അതെ. അതിന്റെ ബാക്ക് സൈഡിലെ ഒരു പാരീഷ് ഹൗസ് ഉണ്ട്, അവിടെയാണ്. സോറി ഫോർ ദ ട്രബിൾ കേട്ടോ. വരണം വരണം. How are you, father? എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? അല്ല, ഇത്രയും കൊല്ലമായിട്ട് രവി അങ്ങനെ തന്നെ ഉണ്ട്. സുഖമാണല്ലോ? കഴിയുന്നു. ആ, എന്നിട്ട് എത്ര കുട്ടികളുണ്ട്? ഒരു പെൺകുട്ടി മാത്രം. എന്ത് പറ്റി? ഒന്ന് മതിയെന്ന് വെച്ചു. അത് ശരി. പിന്നെ രവിയെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഊട്ടിയിൽ നിന്ന് ഞാൻ ഇതുവരെ വന്നത്. എന്താണാവോ? നിന്റെ റീത്ത ഉണ്ടല്ലോ, അവൾ മരിച്ചുപോയി. കുളിക്കാൻ വേണ്ടി പുഴയിൽ പോയതാ. പിന്നെ ശവമാണ് പൊങ്ങിയത്. 2 ആഴ്ചയായി. അവസാനം വരെ അവൾ നിന്നെപ്പറ്റി പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണോ? ബട്ട് ദെൻ ഞാനൊന്ന് വിളിച്ചപ്പോ അവൾക്ക് വരാമായിരുന്നു. ആ വിവരം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ബട്ട് ഫാദർ, ഇത്ര കൊല്ലത്തിന് ശേഷം ഇതിനു വേണ്ടി ഇങ്ങനെ എഴുതാമായിരുന്നല്ലോ. അല്ല, റീത്തയ്ക്കൊരു മോനുണ്ട്. റീത്ത എപ്പോഴാ കല്യാണം കഴിച്ചത്? കല്യാണമൊന്നും കഴിച്ചില്ല. എന്നിട്ട് പിന്നെ മോനുണ്ടെന്ന് പറഞ്ഞത്? അത് ശരി. അല്ലിപ്പോ ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഫാദർ എന്തായി പറയുന്നത്? ഞാൻ തുറന്നു പറയാം. നിന്റെ റീത്ത കല്യാണം കഴിച്ചില്ല. പക്ഷെ അവക്കൊരു മോനുണ്ട്. അവന്റെ അച്ഛൻ നീയാണ്. നീ പോന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞാണ് ഈ സംഗതി അവൾക്ക് മനസ്സിലായത്. നാട്ടുകാരെല്ലാം കൂടി അലസിപ്പിച്ച് കളയാൻ പറഞ്ഞു. അവൾ സമ്മതിച്ചില്ല. എന്റെ രവിയേട്ടൻ തീർച്ചയായും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു. പക്ഷെ നീ അവളെ മറന്നുപോയി. നിന്റെ കൊച്ചിനെ അവൾ പ്രസവിച്ചു.
എല്ലാ അപവാദങ്ങളും കേട്ട് സഹിച്ച് അതിനെ അവൾ വളർത്തി. ഷി വാസ് എ ബ്രേവ് ഗേൾ. 2 കൊല്ലം മുമ്പാണ് നിന്റെ മാരേജിന്റെ വിവരം ഞാൻ അറിഞ്ഞത്. പക്ഷെ ആ കാര്യം അവളോട് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. ഷി വാസ് വെയിറ്റിംഗ് ഫോർ യു. ബട്ട് ഫാദർ, ഇപ്പോഴേതായാലും അവൾ മരിച്ചുപോയി. ആ കുട്ടിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്ക് റീതയെ നന്നായിട്ട് അറിയാമല്ലോ. അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒറ്റയാൾ നീയാണെന്ന് നിനക്ക് തന്നെ അറിയാമല്ലേ? അത് ശരി ഫാദർ. ബട്ട് അതിനുവേണ്ടി ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചാൽ, രവി, അവൻ നിന്റെ മോനാണ്. അവന്റെ അമ്മയും മരിച്ചുപോയി. ഞാനും അമേരിക്കയിൽ പോവുകയാണ്. നീയല്ലാതെ അവൻ ഇവിടെ ആരുമില്ല. ഫാദർ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ എങ്ങനെ അവനെ സ്വീകരിക്കും? എന്റെ ഭാര്യയോടും കുട്ടിയോടും ഞാൻ എന്ത് പറയും? എന്തോ ഇതൊക്കെ നിന്നോട് പറയണമെന്ന് തോന്നി പറഞ്ഞു. നിനക്ക് നിന്റെ മോനെ ആവശ്യമില്ലെങ്കിൽ ഞാൻ അവനെ അമേരിക്കയിൽ കൊണ്ടുപോയിക്കൊള്ളാം. പക്ഷേ ഞാൻ പുറപ്പെടാൻ ഇനി 1 മാസമുണ്ട്. ഡൽഹിയിൽ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അതുവരെയെങ്കിലും നിന്റെ മോനെ നീ ഏൽക്കണം. അതിനുശേഷം അവനെ ഫ്ലൈറ്റ് കയറ്റി അയച്ചാൽ മതി. എയർപോർട്ടിൽ ഞാൻ അവനെ മീറ്റ് ചെയ്യാം. എന്ത് പറയുന്നു? വരോ. Hello, may I speak to Father John, please? He's gone out. May I know who's speaking there, please? Ravi Indran here. May I know who is speaking, please? This is Raju. Oh, Raju. Well, I thought it was a lady. Oh no, I'm a boy. Hello. എന്തെങ്കിലും ഒന്ന് പറയാൻ അരവിന്ദ. എനിക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയാത്തത് കൊണ്ട് നിന്നോട് ഞാനിതൊക്കെ പറഞ്ഞത്. നീയും ഇങ്ങനെ ഇരുന്ന് പോയാലോ? വന്നപ്പോ തുടങ്ങി ഞാൻ നോക്കായിരുന്നു. എന്താ ഒരു വല്ലായ്മ? എന്തു പറ്റി? ഒന്നുമില്ല. എന്തു പറ്റിയെന്ന് എന്നോട് പറഞ്ഞൂടെ? നിനക്ക് ആ ജോർജിനെ അറിയില്ലേ? ഏത് ജോർജ്? എന്റെ കോളേജ് ഫ്രണ്ട്. നമ്മുടെ കല്യാണത്തിന് പാട്ടൊക്കെ പാടിയില്ലേ? ഓ, അങ്ങേരാണോ? ഓർമ്മയുണ്ട്. ഗിറ്റാറൊക്കെ കൊണ്ടുവന്ന് ബഹളം ഉണ്ടാക്കിയ ആളല്ലേ? മൂപ്പര് വലിയ തമാശക്കാരനാ. പിന്നെ ഭാര്യ അതിന് പറ്റിയ ആളാ. അവൻ മരിച്ചുപോയി കേട്ടോ. അയ്യോ, ഇതെപ്പോഴാ? 2 ആഴ്ചയായി. പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ വണ്ടി സ്കിഡായി. ഭാര്യയും ഭർത്താവും അവിടെ വെച്ച് തന്നെ മരിച്ചു. അയ്യോ, 2 പേരുമോ? മോൻ മാത്രമുണ്ട്. കുർബാന കഴിഞ്ഞ് പള്ളിയിൽ അച്ഛന്റെ കൂടെ അവൻ നിൽക്കുകയായിരുന്നു. മനുഷ്യന്റെ ജീവിതം അത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ എങ്ങനെ കളിച്ചു ചിരിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരാ ഇങ്ങനെ പെട്ടെന്ന്? എങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ജോർജിന്റെ മോനെയും കൊണ്ട് ആ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. മൂപ്പരാ പറഞ്ഞത്. ബോർഡിംഗ് സ്കൂളിലാക്കാനാ ഇവിടെ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ സ്കൂൾ തുറക്കാൻ 1 മാസമുണ്ട്. അതുവരെ കുട്ടിയെ ഇവിടെ നിർത്താൻ പറ്റുമോന്ന് അച്ഛൻ ചോദിച്ചു. അയ്യോ, കൊണ്ടുവരാമായിരുന്നല്ലോ. നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനൊക്കെ എന്നോട് ചോദിക്കണോ? അപ്പൊ തന്നെ കൊണ്ടുവരാമായിരുന്നല്ലോ. നീ സോപ്പ് മാറ്റിയോ? അല്ല,
യു സ്മെൽ ഡിഫറെന്റ്. കുട്ടിയെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. 1 മാസം കഴിയുമ്പോൾ ഞാൻ അവനെ തിരിച്ചയക്കും. പിന്നെ അവന്റെ ചെലവുകളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ ഒരു കണ്ടീഷൻ, യാതൊരു കാരണവശാലും ഞാൻ അവന്റെ അച്ഛനാണെന്ന് ആരും അറിയരുത്. അവനും. കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു തീർന്നോ? അച്ഛൻ എന്റെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാവുന്നില്ലേ? സംഗതി പുറത്തു വന്നാൽ എന്റെ ഫാമിലി ലൈഫ് എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാ. എനിക്കൊരു മകളുണ്ട്. രാജു, ദിസ് ഈസ് മിസ്റ്റർ രവി. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇദ്ദേഹത്തിനോടായിരിക്കും താമസിക്കുന്നത്. ഹലോ സർ, പ്ലീസ് ടു മീറ്റ് യു. ഹലോ. You like them? I love them. മമ്മി, ഡാഡിയുടെ നടത്തമൊക്കെ മാറിയല്ലോ. അങ്ങനെ തോന്നുന്നു. മോനിരിക്കൂ. മോന്റെ പേരെന്താ? ഓഹ്, ഐ എം സോറി രാധേ. ഇതാണ് രാജു. രാജു, ദാറ്റ് ഇസ് രാധ ആന്റി. നമസ്കാരം. നമസ്കാരം. ദാറ്റ് ഇസ് ലക്ഷ്മി, മൈ ഡോട്ടർ. ഹായ്. മോനിയോട് വാ. മോനി ഏത് സ്കൂളിലാ പഠിച്ചത്? നീൽഗ്രീസിലാ. മോനി ഇവിടെ ഇരിക്കെ, കാപ്പി കൊണ്ടുവരാം. ആന്റി, ഐ ഡോണ്ട് ഡ്രിങ്ക് കോഫി. ഓ, രാജു എന്നെ പോലെയാണല്ലോ. Yeah. സാറ് വലിയ കുഷിയിലാണല്ലോ. നല്ല കുട്ടി അല്ലേ? യാ, വെരി സ്വീറ്റ് ബോയ്. അവന്റെ ഇംഗ്ലീഷൊക്കെ കേൾക്കണം നീ. അമേരിക്കൻ ആക്സന്റാ. അത് നല്ല സ്കൂളായിരിക്കും. എന്നിട്ട് നമ്മുടെ ചെറിയ മുറി അവന് വേണ്ടി ശരിയാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടാവില്ലല്ലോ. Well, I don't think so. ചെക്കനോട് പറഞ്ഞ് സാറും പിന്നെ അമേരിക്കൻ ആയല്ലോ. പിന്നെ
ഒരു കാര്യം, അവന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് അവനോടൊന്നും ചോദിക്കണ്ട കേട്ടോ. അവൻ ആകെ വിഷമിച്ചു പോകും. ആ ഫാദർ എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. അവന്റെ വിഷമം എനിക്കറിയാം, ഞാൻ നോക്കിക്കൊള്ളാം. ഹായ്, ചെറിയ ബാഗ്. ഞാനും നോക്കട്ടെ? വേണ്ട. അതിനകത്ത് എന്താ? ബാബു, അച്ഛനെവിടെ? സ്റ്റോർ റൂമിലുണ്ട്. മോന്റെ പേരെന്താ? രാജു. രാജുവിന് ഫുട്ബോൾ ഇഷ്ടമാണോ? കളിക്കാൻ അറിയുമോ? കുറച്ച്. മോൻ ഒരു കാര്യം ചെയ്യും, ആ ബോളിങ് എടുത്തോണ്ട് വാ. നിന്റെ ഭാര്യയ്ക്ക് കണ്ണ് കണ്ടോടെന്നാ തോന്നുന്നത്. അതെന്താ? ഏത് പൊട്ട കണ്ണനോട് ചോദിച്ചാലും പറയും ആ ചെക്കൻ നിന്റെ മോനാണെന്ന്. കാർബൺ കോപ്പിയല്ലേ? നന്നായിരിക്കുന്നു. പോളി സാരി എവിടുന്നാ വാങ്ങിയത്? ഗംഗാറാംസിൽ 225. ആന്റി കണ്ണടയ്ക്ക്. എന്തിന്? അടയ്ക്കുന്നേ. ശരി, അടച്ചു. വാതുറക്ക്. ആ നിനക്കൊരു മകൻ വേണം വേണമെന്ന് നീ ആഗ്രഹിച്ചു. നല്ല ഒരു മോനെ നിനക്ക് കിട്ടി. എവിടെ അമ്മേ? സ്കൂള് തുറന്നാൽ അവൻ ഓടിക്കളയും. Newspapers are to be read every day. Read അല്ല, read every day. ഇവിടെ read തന്നെയാണ്. read അല്ലേ? പാസ്റ്റ് ടെൻസിനും അതേ സ്പെല്ലിംഗാ. പക്ഷെ പാസ്റ്റ് ടെൻസിലാകുമ്പോ റെഡ് എന്നാ ഉച്ചരിക്കേണ്ടത്. ചെക്കനെല്ലാവരും അമേരിക്കനാക്കാനുള്ള പുറപ്പാടാ. രാജുവിന്റെ അച്ഛൻ വലിയ പണക്കാരനാ. അങ്ങനെയൊന്നുമില്ല. മോളെന്താ അങ്ങനെ ചോദിച്ചത്? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ രാജു ഇത്ര ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത്? അതാണോ? അതെ, അവനെ പഠിപ്പിച്ചത് ഒരു ഫാദറാണ്. ഫാദർ എന്താ വലിയ വെള്ളക്കാരനോ? ഏതാണ്ടൊരു വെള്ളക്കാരനാണ്. റെഡിയാണോ? 1 2 3.
രാധ, എന്റെ സ്കെച്ച് പെൻ എവിടെ? ആ ഡ്രോയറിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇല്ലെന്നേ. അതിനെന്തിനാ നിലവിളിക്കുന്നേ? താഴത്തെ ഡ്രോയറിൽ നോക്കൂ. മലകളുടെ നടുവിലെ ഒരു ചെറിയ ഗ്രാമം. അവിടെയുള്ളവരൊക്കെ കൃഷിപ്പണി ചെയ്യുന്നവരായിരുന്നു. റീത്തയും. അയ്യോ, അച്ഛന്റെ സൈക്കിളിന് എന്ത് പറ്റി? പഞ്ചറായി പോയി മോളെ. ആ, അപ്പാപ്പൻ എങ്ങനെയുണ്ട്? ഇപ്പൊ ഭേദമുണ്ട്. വെറുതെ അവനും നടക്കരുതെന്ന് പറ. പറയാം. ഫാദർ ജോൺ സഖേറിയ ഇവിടുത്തെ പാരിഷ് പ്രീസ്റ്റ് മാത്രമല്ല, വൈദ്യരും വാദ്യാരും മെക്കാനിക്കും പിന്നെ കല്യാണ ദല്ലാളും എല്ലാമാണ്. ബിഷപ്പുമായി ചെറുതായിട്ടൊന്ന് തെറ്റിയതുകൊണ്ടാണ് ഈ മലമുക്കിലേക്ക് മാറ്റം കിട്ടിയത്. പക്ഷെ ഇപ്പോ പുള്ളിക്കാരന് തിരിച്ചു പോകണമെന്നില്ല. ഗൗരിക്കുട്ടി, ഗൗരിക്കുട്ടിയില്ലേ? ഉണ്ട്. എവിടെ ആയിരുന്നു? ഞാൻ ഇറങ്ങിപ്പോയി. അത് കൊള്ളാം. അനിയനും കൂടെ കൊടുക്കണം കേട്ടോ. ആ, ഓടിക്കോ. അവിടെ കാലെങ്ങനെയുണ്ട്? ഇപ്പൊ കുറച്ച് സുഖമുണ്ട്. വൈകുന്നേരം ഒന്ന് കിഴി പിടിച്ചു തരാൻ റീത്തയോട് പറ കേട്ടോ. ഞാൻ വരുന്നു. ആ, നോക്കട്ടെ.
മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടല്ലോ. പത്രക്കാരനാണെന്ന് തോന്നുന്നു. അല്ല, അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫറാണ്. ഓഹോ, അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫർ. അഡ്വർടൈസ് ചെയ്യാനായിട്ട് ഈ കുഗ്രാമത്തിൽ എന്താ ഉള്ളത്? ഒരു കാലണ്ടറിന് വേണ്ടി കാട്ടുപൂക്കളുടെ ഫോട്ടോ എടുക്കാനാ. എപ്പോഴാ വന്നത്? ഇന്ന് കാലത്ത്. താമസമൊക്കെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇവിടെ സ്കൂൾ ഏതെങ്കിലും ഉണ്ടോ? എന്തിനാ? ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാനോ? ഹേ, താമസിക്കാന്. അപ്പൊ ആഹാരത്തിന്റെ കാര്യമൊക്കെ? ഓ, അത് വലിയ കാര്യമൊന്നുമല്ല. അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്താ പേര്? രവീന്ദ്രൻ. രവീന്ദ്രൻ. രവീന്ദ്രൻ മണി എന്നോട് താമസിച്ചോ? ഒരു ക്രിസ്ത്യാനി അച്ഛൻ്റെ കൂടെ താമസിക്കുന്നതിൽ വിനോദമുണ്ടോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് എ പ്ലഷർ. അപ്പാപ്പൻ ഇഷ്ടമുള്ള മീൻകൂട്ടാൻ വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ളു കേട്ടോ. ഓഹോ, ഇതാണോ നിന്റെ കാട്ടുപൂവ്? It was an accident. ആയിട്ടുണ്ട് കേട്ടോ. നൈസ് ഷോട്ട്. അച്ഛൻ ഈ പെൺകുട്ടിയെ അറിയാമോ? ഏ ഏ ഏ ഏ കാനായിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കി. മരിച്ചുപോയ ദാസനെ കൈക്ക് പിടിച്ചുയർത്തി. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ ഊട്ടി. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി. കുരുവന്മാർക്ക് കാഴ്ച നൽകി. അങ്ങനെ അനവധി അത്ഭുതങ്ങൾ അവൻ കാണിച്ചു. പക്ഷേ അതൊക്കെ പണ്ടായിരുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്ത ആ ദൈവം ഇന്നെന്താണ് അതുപോലുള്ള അത്ഭുതങ്ങളൊന്നും കാണിക്കാത്തത്? ആ ദൈവത്തിന് എന്തു പറ്റി? അവന്റെ അത്ഭുതങ്ങളൊക്കെ തീർന്നുപോയത്. അവന്റെ ദൈവീയ ശക്തി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് അവൻ ഇപ്പോൾ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാത്തത്? മിശിഹായിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളുണ്ടായിരുന്നു. ഒരു മലമ്പാതയിലൂടെ അയാൾ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. കാറ് ഒരു ആക്സിഡന്റിൽ പെട്ടു. അയാൾ തെറിച്ച് പുറത്തേക്ക് വീണു. കാറിൽ നിന്നൊരു മരക്കൊമ്പിൽ അയാൾ തൂങ്ങിക്കിടന്നു. കൈവിട്ടാൽ 2000 അടി താഴത്തേക്ക് വീണ് അയാൾ മരിച്ചുപോയി. അധികനേരം അങ്ങനെ തൂങ്ങിക്കിടക്കാൻ കഴിയില്ലെന്നും അയാൾക്കറിയാമായിരുന്നു. ഈ സമയത്താണ് അയാൾ ദൈവത്തെക്കുറിച്ച് വിചാരിച്ചത്. ദൈവമെന്നുണ്ടെങ്കിൽ ആ ദൈവം എന്നെ രക്ഷിക്കട്ടെ എന്ന് അയാൾ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്നൊരു അശരീരി കേട്ടു. ഞാൻ ദൈവമാകുന്നു, നിന്നെ ഞാൻ രക്ഷിക്കാം, എന്നിൽ വിശ്വസിച്ച് നിന്റെ കൈകൾ വിടൂ. മരത്തിൽ തൂങ്ങുന്ന അയാൾ ദൈവത്തിന്റെ വാക്കുകൾ കേട്ടു. എന്നിട്ട് താഴേക്ക് നോക്കി. 2000 അടി താഴെ പാതാളം. അശരീരി കേട്ട വശത്തേക്ക് നോക്കി അയാൾ ചോദിച്ചു, അത് വേണോ? നടക്കാനിരുന്ന ഒരു അത്ഭുതം നടക്കാതെ പോയി. എന്തുകൊണ്ട്? വിശ്വാസമില്ലാത്തതുകൊണ്ട്, പരിപൂർണമായ വിശ്വാസമില്ലാത്തതുകൊണ്ട്. പണ്ടത്തെ പോലെ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം തയ്യാറാണ്. പക്ഷേ നമ്മൾ തയ്യാറല്ല.
പരിപൂർണമായ വിശ്വാസം നമുക്കാർക്കുമില്ല. നമ്മൾ സംശയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കാത്തത്. പത്രം എന്ത് പറയുന്നു? പ്രസംഗം വളരെ നന്നായിരുന്നു കേട്ടോ. നീ കുർബാനയ്ക്ക് വന്നിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ആ ജനലിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. എന്റെ സ്വന്തം കുഞ്ഞാളുകൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലെങ്കിലും ഒരു പുറംജാതിക്കാരന് മനസ്സിലായി എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അച്ഛോ, പാലപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ റീത്തമോൾ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രുചിയുള്ള പലഹാരം കഴിക്കാം. അച്ഛന്റെ പ്രസംഗം എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഓ, അപ്പൊ പിന്നെ രണ്ടാത്മാക്കൾ രക്ഷപ്പെട്ടു. എന്താ? ഇന്ന് എന്റെ പ്രസംഗം വേറൊരാൾ കൂടി ഇഷ്ടപ്പെട്ടു. ആർക്കച്ച? ഈ ഇരിക്കുന്ന സാറിന്. രവി, ഇതാണ് ഈ ഗ്രാമത്തിന്റെ റാണി റീത്ത. നമസ്കാരം. നമസ്കാരം പറഞ്ഞു. നമസ്കാരം. എന്താ കപ്പിയാർക്ക് തണുക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ആരാ? ഞാനാണ് കപ്പിയാരി. വന്നോളൂ. കിട്ടിയോ? കിട്ടി. അച്ഛൻ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല, പക്ഷെ ശീലമായി പോയി. എന്ത് ചെയ്യാം? നാട്ടുകാരുടെയൊക്കെ വിചാരം ഞാനാ വെള്ളമടിക്കുന്നെന്നാ. ഞാൻ പോവാ. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. ആശാൻ ഇതൊക്കെ ക്ഷമിക്കണം കേട്ടോ. എങ്ങനെയോ ശീലമായി പോയി. എന്നും നേരം വെളുത്ത അന്ത്യാവോളം ആശാന്റെ പണിയാ ഞാൻ ചെയ്യുന്നത്. വയസ്സാകുന്നു, പണ്ടത്തെ പോലെ വൈകിപ്പോ. പോരെങ്കിൽ ഇവിടുത്തെ തണുപ്പും അതുകൊണ്ട്. പക്ഷേ ഇന്ന് വരെ ഞാൻ ലിമിറ്റ് വിട്ടിട്ടില്ല കേട്ടോ. വല്ലപ്പോഴും ഒരു കവള് മാത്രം.
നീ പേടിച്ചോ? പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഓടിയത്? അറിയില്ല. എവിടെയാ വീട്? ആ പള്ളിയുടെ അടുത്ത്. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. മഞ്ഞിൽ വിരിഞ്ഞു മന്ദാരം, നെഞ്ഞിൽ കിനിഞ്ഞു തേൻപുള്ളികൾ. കിളിവാതിൽ തുറന്നൊരു പൊൻപക്ഷി പോൽ ഇനി ഗാനമേ പോരൂ. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. കുഴിയുന്നു നിറകാലം, അഴകോലും നിറകാലം. അണിത്തിങ്കൾ തിരിനീട്ടി കണി കാണു കതിമാനം. തളിർന്നുള്ളി തളിർന്നുള്ളി തളരും വിരൽ മുത്ത. ഒരു കുമ്പിൽ കുളിരും കൊണ്ടൊരു കാറ്റിൽ വലയുന്നു. ആരണ്യലാവണ്യമാ ആരോമലേ പോരു നീ. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. പദതാളം മുറുകുമ്പോ, തുടിനാദം മുറുകുമ്പോ. ഒരു മിന്നൽ കൊടി പോലെ, ഒരു പൊന്നിൻ തിര പോലെ. നറുമുത്തിൻ ചിരി ചിഹ്നം ഒരു കണ്ണീർ പോലെ. ഇനി നൃത്തം തുടരില്ലേ, ഇതിലേ നീ വരികില്ലേ. ഈ മാനവീ ഭൂമി പാടുന്നിതാ പോരു നീ. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. മഞ്ഞിൽ വിരിഞ്ഞു മന്ദാരങ്ങൾ, നെഞ്ഞിൽ കിനിഞ്ഞു തേൻപുള്ളികൾ. കിളിവാതിൽ തുറന്നൊരു പൊൻപക്ഷി പോൽ ഇനി ഗാനമേ പോരൂ. കുളിരാടുന്നു മാനത്ത്, കിളിപ്പാടുന്നു താഴത്ത്. അപ്പോ റീത്തയുടെ കാര്യം എന്ത് തീരുമാനിച്ചു? അതില് തീരുമാനിക്കാൻ എന്താണുള്ളത്? ഞാൻ അവളെ കല്യാണം കഴിക്കും. ഓ, ദാറ്റ് ഈസ് വെരി നൈസ് ഓഫ് യു രവി. അവൾ രവിക്ക് പറ്റിയൊരു ഭാര്യയായിരിക്കും. കുട്ടിക്കാലം മുതലേ അവളെ എനിക്കറിയാം. ഷീ ഈസ് എ വെരി സ്വീറ്റ് പേഴ്സൺ.
പക്ഷേ ഒരു ചെറിയ കാര്യമുണ്ട്. വയസ്സായ അവളുടെ അപ്പാപ്പൻ തളർവാദമാണ്. റീത്തയില്ലെങ്കിൽ മൂപ്പൻ ആ കഷ്ടത്തിലാകും. അതിനിപ്പോ എന്താ, ഞാൻ മൂപ്പരെയും കൊണ്ടുപോയിക്കൊള്ളാം. എന്നെ പറ്റി വിഷമിക്കേണ്ട മോളെ. നിന്നെ കല്യാണം കഴിച്ചയക്കുന്നതിന് മുൻപ് കർത്താവ് എന്നെ വിളിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിനക്കൊരു നല്ല ഭർത്താവിനെ അവൻ കൊണ്ടെത്തും. നീ രവിസാറിന്റെ കൂടെ പോയിക്കോ, ഞാനിവിടെ കഴിച്ചു കൂട്ടിക്കൊള്ളാം. എങ്ങനെയാ പാപ്പ ഈ തളർവാദം വെച്ചോണ്ട് എങ്ങനെ കഴിയാനാ? ഞാൻ പറയുന്ന കേക്ക്, എന്റെ കൂടെ വാ. വേണ്ട മോളെ, ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായിത്തീരും. പിന്നെ ഞാൻ ജനിച്ചത്, വളർന്നത്, കുട്ടികളുണ്ടായത് എല്ലാം ഇവിടെയാ, ഈ മണ്ണിലാ. എന്റെ ഭാര്യയും മോനും ഒക്കെ ഇവിടത്തെ സിമിത്തേരിയിലാ കിടക്കും. എനിക്കും അവരുടെ കൂടെ തന്നെ വേണം. ഞാൻ പറയുന്നതൊക്കെ മോളക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പാപ്പന്റെ കാര്യം എന്ന് വേണമെങ്കിലും സംഭവിക്കാം. നാളെയോ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത കൊല്ലമോ. പക്ഷേ അതുവരെ ഞാനിവിടെ തന്നെ ഉണ്ടാവണം. എനിക്ക് 2 വയസ്സുള്ളപ്പോ എന്റെ അപ്പനമ്മ മരിച്ചുപോയി. അന്ന് തൊട്ട് എനിക്ക് വേണ്ടതെല്ലാം തന്ന് എന്നെ വളർത്തിയത് അപ്പാപ്പനാണ്. തിരിച്ചു വന്ന് റീത്തയെ കല്യാണം കഴിക്കണമെന്ന് കരുതിയാണ് രവി ഗ്രാമം വിട്ടത്. പക്ഷേ നഗരത്തിന്റെ പല ശബ്ദങ്ങളിലും പെട്ട് ആ ഗ്രാമദേവതയുടെ പുഞ്ചിരി മാഞ്ഞുപോയി. വിധിയായിരിക്കാം, തലേലെഴുത്തായിരിക്കാം. ഒരു സുപ്രഭാതത്തിൽ രവിയുടെ ജീവിതത്തിലേക്ക് രാധ കടന്നു വന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? എന്താ? അയ്യോ, ഇത് രാജുവിന്റെ ബാഗല്ലേ? അവൻ എന്നെ ഇതൊന്നും തൊടാൻ സമ്മതിച്ചില്ലല്ലോ. ഓഹോ, അവൻ നിന്നോടും അങ്ങനെ പറഞ്ഞോ? ഏയ്, ഇതാ ബാഗിനകത്തുണ്ടായിരുന്നോ? അതവന്റെ അമ്മയുടെയാണ്. ഒക്കെ പെണ്ണുങ്ങളുടെ സാധനങ്ങളാണെന്നാ തോന്നുന്നത്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. നമ്മുടെ രാജുവിന് സ്പോർട്സിലൊന്നും വലിയ താല്പര്യമില്ലെന്നാ തോന്നുന്നത്. കളിക്കാൻ വരുന്നില്ലേ? ഹിപ്പി, നിന്നോടാ പറഞ്ഞത്. എന്റെ പേര് ഹിപ്പിയല്ല, രാജുവാണ്. ഹിപ്പി ചൂടായോ? എന്റെ പേര് ഹിപ്പിയല്ല, രാജുവാണ്. പറഞ്ഞില്ലേ? ഹിപ്പി 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 ഹിപ്പി. കളിക്കാൻ വിളിച്ചില്ലേ? വാ കളിക്കാം.
എപ്പോഴാ തിരിച്ചു വരുന്നത്? അവിടെ 2 ദിവസത്തെ ജോലി ഉണ്ടാവും. തിങ്കളാഴ്ച വൈകുന്നേരം വരാം. ഷേവിംഗ് സെറ്റ് വെച്ചോ? വച്ചിട്ടുണ്ട്. വിറ്റാമിൻ ടാബ്ലറ്റ്സ് മറക്കണ്ട. ആ, കുട്ടികളെ നോക്കണം കേട്ടോ. ബൈ ലക്ഷ്മി. ബൈ രാജു. ബൈ ഡാഡി. ഈ മാതിരി പൂക്കൾ എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു. ഈ മാതിരി പൂക്കളോ? അതെ. എന്നിട്ടിപ്പോ അതൊക്കെ എവിടെയാ? അത് അവിടെ തന്നെ ഉണ്ടാവും. അതെയോ? അവിടെ ആരൊക്കെയുണ്ട്? അവിടെ ഇപ്പൊ ആരുമില്ല. ആരുമില്ലേ? അപ്പൊ പിന്നെ രാജുവിന്റെ ഡാഡിയും മമ്മിയും ഒക്കെ എവിടെയാ? എന്താ മമ്മി? രാജുവിന്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയെന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്തിനാ അതൊക്കെ ചോദിക്കുന്നത്? മറന്നുപോയി മമ്മി. ഇനി ഇങ്ങനെ ചോദിക്കണ്ട കേട്ടോ. ശരി, പൊയ്ക്കോ. എത്ര പൂവുണ്ട്? ഒരുപാടുണ്ട്. ഗുഡ് മോർണിംഗ്. അല്ല, എന്താ ഇങ്ങനെ പന്തങ്ങട്ട് തിരിച്ചായ പോലെ നോക്കണേ? മനസ്സിലായില്ലേ? ജോർജാണേ. ഏത് ജോർജ്? എന്റെ കോളേജ് ഫ്രണ്ട്. നമ്മുടെ കല്യാണത്തിന് പാട്ടൊക്കെ പാടിയില്ലേ? ഓ, അങ്ങേരാണോ? ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഗിറ്റാറൊക്കെ കൊണ്ടുവന്ന് ബഹളം ഉണ്ടാക്കിയ ആളല്ലേ? മൂപ്പര് വലിയ തമാശക്കാരനാ. പിന്നെ ഭാര്യ അതിന് പറ്റിയ ആളാ. അവൻ മരിച്ചുപോയി കേട്ടോ. അകത്ത് വരൂ. ഇരിക്കൂ. ഇവൻ രവി ഇല്ലേ ഇവിടെ? ഇല്ല, പുറത്തു പോയി. ശബി എപ്പോഴാ മടങ്ങി വരിക? നാളെ. ചതിച്ചോ? 5-6 കൊല്ലം കഴിഞ്ഞ് ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നാണ്. അപ്പൊ കന്നാലി കുടുംബത്തില്ലാണ്ടായി. എനിക്ക് ഇന്ന് തന്നെ സ്ഥലം വിട്ടണേ. നാളെ കാലത്ത് ദുബായ് ഫ്ലൈറ്റാണ്. അല്ല, എന്തുട്ടാ ഇങ്ങനെ അന്തം വിട്ട് നോക്കണേ? മനസ്സിലാവുന്നില്ലേ? നിങ്ങളുടെ കല്യാണത്തിനൊന്ന് പാട്ടൊക്കെ പാടിയ ജോർജാണേ. മമ്മി, നമ്മുടെ കുട്ടികളാ ജോറായിട്ടുണ്ട്. ഒരാൺകുട്ടി, ഒരു പെൺകുട്ടി. പ്ലാനിങ് ചെക്കൻ പിന്നെ രവി തന്നെയാ. എടുത്തു വെച്ച പോലുണ്ട്. കണ്ടില്ലേ കണ്ണ്? ലേശം ഒരു നേപ്പാളി കട്ടുണ്ട്. അത് പിന്നെ രവിയുടെ സ്പെഷ്യാലിറ്റി ആണേ. എന്തുട്ടാ നേപ്പാളി കണ്ണ്? കാപ്പി സമയമില്ല. രവിയെ ഒന്ന് കണ്ടിട്ട് പോവാൻ വന്നാണ്. ഞാൻ വന്നിട്ട് പോയെന്ന് അവനോടൊന്നും പറയണേ. എന്നാ വരട്ടെ. മറക്കണ്ട, ജോർജാണേ. രാജു ഇവിടെ വാ. എന്താ ആന്റി? എന്താ ആന്റി ഇങ്ങനെ നോക്കുന്നത്? നിന്റെ അച്ഛന്റെ പേരെന്താ? അറിയില്ല. എന്തായി പറയുന്നത്? അച്ഛന്റെ പേരറിയില്ലേ? നിന്റെ അച്ഛനിപ്പോ എവിടെയാ? അറിയില്ല ആന്റി. രാജു കള്ളം പറയാണ്. ഇല്ല ആന്റി, എന്റെ അപ്പനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മ എവിടെയാ? അമ്മ മരിച്ചുപോയി. മരിച്ചുപോയോ? അതെ. എപ്പോഴാ? ഞാനിവിടെ വരും മുമ്പ്.
So hot outside. Raju, how are things? Raju, Lakshmi. You miss me? നോക്കെ ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ഇത് നിനക്ക്, ഇത് നിനക്ക്. ഇഷ്ടപ്പെട്ടോ? മോനിവിടെ വാ. Just right. Come on. ഏയ്, എന്താ അത്ര മതിയോ? വിശപ്പില്ല. എന്താ സുഖമില്ലേ? ആ, ഒരു കഷ്ണം ലിവറാ മോനടിച്ചോ? ഡാഡി, ഇനിയത്തെ കഷ്ണം എനിക്കാ. എന്താ ഇവിടെ ഒറ്റയ്ക്ക്? വെറുതെ. എന്താ വല്ലാതിരിക്കുന്നത്? എന്താണ്? രാജു ആരാ? എന്താ ഈ ചോദിക്കുന്നത്? ഞാനന്ന് പറഞ്ഞില്ലേ, മരിച്ചുപോയ ജോർജിന്റെ മോനെന്ന്. ജോർജ് ഇവിടെ വന്നിരുന്നു. ഏത് ജോർജ്? കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ ജോർജ്. രാധേ, എന്താ നീ പറയുന്നത്? നമ്മുടെ കല്യാണത്തിന് ഗിറ്റാറൊക്കെ വായിച്ച് ബഹളം ഉണ്ടാക്കിയില്ലേ? പിന്നെ കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ രാജുവിന്റെ അച്ഛൻ നിങ്ങളെ കാണാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. രാജു ആരാ? എന്റെ മോന്. ഞാൻ പറയുന്ന കേൾക്ക്. ഇത് നമ്മുടെ കല്യാണത്തിന് മുമ്പ് നടന്നതാണ്. പ്ലീസ് പ്ലീസ് ബിലീവ് മീ. ഡോണ്ട് പ്ലീസ്. പ്ലീസ് ഓപ്പൺ ദി ഡോർ. പ്ലീസ് പ്ലീസ് ഓപ്പൺ ദി ഡോർ. രാധ, നിന്റെ കാല് പിടിക്കാം. രാധേ, ഒക്കെ ഞാൻ നാളെ പറയാൻ. രാധേ, പറയാമെന്ന് നാളെ പറയാമെന്ന് പറഞ്ഞില്ലേ? വന്നാകത്തില്ല. ഞാനിവിടെ കിടന്നോളാം. Please, leave me alone.
എങ്ങനെ പറയാനാരവിന്ന? ഇത്ര കാലം അവളുമായി നിനക്കറിയാമല്ലോ, അങ്ങനെ ജീവിച്ചിട്ട് ഒരു വെളുപ്പാങ്കാലത്ത് വിളിച്ചുണർത്തി എനിക്കൊരു പെണ്ണുണ്ടായിരുന്നു, അവൾക്കൊരു കുട്ടിയുമുണ്ട്. എങ്ങനെയാ പറയുന്നത്? യു ടെൽ മീ. അല്ല, ഇതൊക്കെ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു കുമ്പസാരമാകുമായിരുന്നു. ഇപ്പൊ നീ കള്ളം പറയുകയും ചെയ്തു, അവൾ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സംഗതി ഇത്രയും സീരിയസ് ആയത്. ഷിറ്റ്, അവൾ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? അവളെ കാണുന്നതിന് മുമ്പാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അവൾക്ക് തന്നെ അറിയാമല്ലോ. കല്യാണം കഴിച്ചതിന് ശേഷമായിരുന്നെങ്കിൽ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. 5-6 കൊല്ലത്തിന് മുമ്പ് അറിയാതെ നടന്ന ഒരു സംഭവം കൊണ്ട് ഞങ്ങളുടെ ഇത്രയും വർഷത്തെ ബന്ധം തകർക്കാൻ അവൾ നിൽക്കുന്നില്ലേ? I mean, how can she forget all these years? ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കൂടിരം നീ, വേഴാമ്പൽ കേഴും വേനൽ കൂടിരം നീ. മന്ദമെത്ര വന്നു, ഈറനോടുത്തു കൈകൂപ്പി നിന്നു. എത്ര വസന്തങ്ങളിന്റെ മുന്നിൽ പുഷ്പപാത്രങ്ങളിൽ തേൻ പകർന്നു. മായിക മോഹമായി മാറിവിൽ മാലയാ, മായുന്നവോ മായുന്നവോ ഓർമ്മകൾ കേഴുന്നുവോ. വേഴാമ്പൽ കേഴും വേനൽ കൂടിരം നീ, ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കൂടിരം നീ. കണ്ണുനീർ വാട്ടിവെക്കും, ഈ വേറും ഓർമ്മകൾ കാത്തുവയ്ക്കും. ജീവിതം തുള്ളിത്തുടിച്ചു നിൽക്കും, പൂവിതൾ തുമ്പിലെ തുള്ളി പോലെ. വാരിളം പൂവുകൾ വാടി വീണാലുമീ വാടികളിൽ വണ്ടുകളായി ഓർമ്മകൾ പാറും. വേഴാമ്പൽ കേഴും വേനൽ കൂടിരം നീ, ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കൂടിരം നീ. ലാ 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 ലാ.
ചക്കര ആന്റിക്ക്. അവിടെ വച്ചേക്ക്. എന്താ ആന്റി? അവിടെ വച്ചേക്കെന്ന് പറഞ്ഞില്ലേ? എടുത്തോളൂ ആന്റി. പറഞ്ഞാ കേക്കത്തില്ലേ? അവിടെ വയ്ക്ക്. സാർ, ആന്റിക്ക് എന്താ എന്നോട് ദേഷ്യം? ഏയ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ദേഷ്യം തന്നെ. പഴയതുപോലെ ഒന്നും മിണ്ടാറില്ല. നീ എത്ര നാളാ ഇങ്ങനെ കഴിയാൻ പോകുന്നത്? 2-3 ദിവസമായി ശരിക്കും ആഹാരം കഴിച്ചിട്ട്. ഇറ്റ്സ് ഓക്കെ. ഞാൻ ചീത്തയാണ്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതിന് നീ എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്? ഏയ്, എന്താ അത്ര മതിയോ? വിശപ്പില്ല. എന്താ സുഖമില്ലേ? ആ, ഒരു കഷ്ണം ലിവറാ മോനടിച്ചോ? ഡാഡി, ഇന്നത്തെ കഷ്ണം എനിക്കാ. എന്താ ഇവിടെ ഒറ്റയ്ക്ക്?
വെറുതെ. എന്താ വല്ലാതിരിക്കുന്നത്? എന്താണ്? രാജു ആരാ? എന്താ ഈ ചോദിക്കുന്നത്? ഞാനൊന്ന് പറഞ്ഞില്ലേ, മരിച്ചുപോയ ജോർജിന്റെ മോനെന്ന്. ജോർജ് ഇവിടെ വന്നിരുന്നു. ഏത് ജോർജ്? കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ ജോർജ്. രാധേ, എന്താ നീ പറയുന്നത്? നമ്മുടെ കല്യാണത്തിന് ഗിറ്റാറൊക്കെ വായിച്ച് ബഹളം ഉണ്ടാക്കിയില്ലേ? പിന്നെ കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ രാജുവിന്റെ അച്ഛൻ നിങ്ങളെ കാണാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. രാജു ആരാ? എന്റെ മോന. ഈശ്വരാ. ഞാൻ പറയുന്നത് കേൾക്ക്. എക്സ്പ്ലെയിൻ എവരിത്തിങ് ടു യു. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇത് നമ്മുടെ കല്യാണത്തിന് മുമ്പ് നടന്നതാണ്. പ്ലീസ് പ്ലീസ് ബിലീവ് മീ. ഡോണ്ട് ഡോണ്ട് പ്ലീസ്. രാധേ, പ്ലീസ് ഓപ്പൺ ദി ഡോർ. പ്ലീസ് പ്ലീസ് ഓപ്പൺ ദി ഡോർ. രാധ, നിന്റെ കാല് പിടിക്കാം. രാധേ, രാധേ, ഒക്കെ ഞാൻ നാളെ പറയാൻ. രാധേ, പറയാമെന്ന് നാളെ പറയാമെന്ന് പറഞ്ഞില്ലേ? വന്നാകട്ടെ. ഞാനിവിടെ കിടന്നോളാം. Please, leave me alone. എങ്ങനെ പറയാനാരവിന്ദ? ഇത്ര കാലം അവളുമായി നിനക്കറിയാമല്ലോ. അങ്ങനെ ജീവിച്ചിട്ട് ഒരു വെളുപ്പാങ്കാലത്ത് വിളിച്ചുണർത്തി എനിക്കൊരു പെണ്ണുണ്ടായിരുന്നു, അവൾക്കൊരു കുട്ടിയുമുണ്ട്. എങ്ങനെയാ പറയുന്നത്? യു ടെൽ മീ. അല്ല, ഇതൊക്കെ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു കുമ്പസാരമാകുമായിരുന്നു. ഇപ്പൊ നീ കള്ളം പറയുകയും ചെയ്തു, അവൾ അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സംഗതി ഇത്രയും സീരിയസ് ആയത്. ഷിറ്റ്, അവൾ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? അവളെ കാണുന്നതിന് മുമ്പാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അവൾക്ക് തന്നെ അറിയാമല്ലോ. കല്യാണം കഴിച്ചതിന് ശേഷമായിരുന്നെങ്കിൽ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. 5-6 കൊല്ലത്തിന് മുമ്പ് അറിയാതെ നടന്ന ഒരു സംഭവം കൊണ്ട് ഞങ്ങളുടെ ഇത്രയും വർഷത്തെ ബന്ധം തകർക്കാൻ അവൾ നിൽക്കുന്നില്ലേ? I mean, how can she forget all these years?
മന്ദമെത്ര വന്നു ഈറോടുത്തു കൈകൂപ്പി നിന്നു എത്ര വസന്തങ്ങൾ നിന്റെ മുന്നിൽ പുഷ്പപാത്രങ്ങളിൽ തേൻ പകർന്നു മായിക മോഹമായി മാറിവിൽ മാലയാ മായുന്നവോ മായുന്നവോ ഓർമ്മകൾ കേഴുന്നുവോ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ജീവനിൽ കണ്ണുനീർ വാട്ടിവെക്കും ഈ വേറും ഓർമ്മകൾ കാത്തുവയ്ക്കും ജീവിതം തുള്ളിത്തുടിച്ചു നിൽക്കും പൂവിതൾ തുമ്പിലെ തുള്ളി പോലെ വാരിലും പൂവുകൾ വാടി വീണാലുമീ വാടികളിൽ വണ്ടുകളായി ഓർമ്മകൾ പാറുന്നവോ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി നിന്നോർമ്മകൾ ഏതോ നിഴൽ ചിത്രങ്ങളായി വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ലാ 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 ലാ. ആന്റി എന്റെ ചക്കര ആന്റിക്ക്. അവിടെ വച്ചേക്ക്. എന്റെ ആന്റി അവിടെ വച്ചേക്കെന്ന് പറഞ്ഞില്ലേ? എടുത്തോളൂ ആന്റി. പറഞ്ഞ കേക്കത്തില്ലേ? അവിടെ വയ്ക്ക്. സാർ, ആന്റിക്ക് എന്താ എന്നോട് ദേഷ്യം? ഏയ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ദേഷ്യം തന്നെ. പഴയതുപോലൊന്നും മിണ്ടാറില്ല.
നീ എത്ര നാളാ ഇങ്ങനെ കഴിയാൻ പോകുന്നത്? 2-3 ദിവസമായി ശരിക്കും ആഹാരം കഴിച്ചിട്ട്. ഇറ്റ്സ് ഓക്കെ, ഞാൻ ചീത്തയാണ്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതിന് നീ എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത്? രാജു, രാജു ഇനിയും ഉറങ്ങില്ലേ? എന്റെ അമ്മയാണ്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. നന്നായി ആറ്റിട്ടുണ്ട്. പഞ്ചസാര മതിയോ? സാറിന് എന്റെ അമ്മയെ അറിയാമെന്ന് ഫാദർ പറഞ്ഞല്ലോ. സാർ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ? കുറെ കാലം മുമ്പ്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ ഉണ്ടായിരുന്നില്ല. ഞാൻ എവിടെയായിരുന്നു? മാനത്ത്. മാനത്തോ? രാജു അപ്പൊ ജനിച്ചിട്ടില്ല. ഓ, സാറിന് എന്റെ അപ്പനെ അറിയാമോ? നീ കണ്ടിട്ടുണ്ടോ? അപ്പനെ പറ്റി മോന്റെ അമ്മ എന്ത് പറഞ്ഞു? വലിയൊരു കാറും കൊണ്ട് അപ്പനൊരു ദിവസം പെട്ടെന്ന് വന്നിറങ്ങുമെന്ന് പറഞ്ഞു. എവിടെയാ? എന്നിട്ടിപ്പോ അമ്മ മരിച്ചുപോയി.
ഉറക്കം വരാഞ്ഞിട്ട് അവൻ ഇരിക്കുകയായിരുന്നു. അവനെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? ഏതായാലും ഞാൻ അവന്റെ അച്ഛനായി പോയില്ലേ. അവൾ എങ്ങനെയിരിക്കും? ആര്? അല്ല, നിങ്ങളുടെ നമ്പർ 1 സുന്ദരിയായിരുന്നു. അവളൊരു കൂലിക്കാരിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? അതറിയാം, പക്ഷെ സുന്ദരിയായിരുന്നു എന്നാ ചോദിച്ചത്. എന്ത് പ്രായമുണ്ടായിരുന്നു? ഓ, വളരെ ചെറുപ്പം. എന്താ പേര്? റീത്ത. ക്രിസ്ത്യൻ ആണോ? കല്യാണത്തിന് മുമ്പ് എന്താ ഇതൊക്കെ എന്നോട് പറയാതിരുന്നത്? ഒന്ന് വിടൂരാധേ. ഏതായാലും അവൾ മരിച്ചു മണ്ണായി പോയില്ലേ? അതിപ്പോഴല്ലേ? ഇത് എവിടുന്നാ മേടിച്ചത്? MG റോഡിന്നാ. നിനക്കറിയാമോ? എന്താടാ? രാജുവിന്റെ അച്ഛൻ ആരാ? ആരാ? നിന്റെ അച്ഛനാ രാജുവിന്റെ അച്ഛൻ? രാത്രി ഡാഡി മമ്മിയോട് പറയുന്നത് കേട്ടു. അവർ വിചാരിച്ചു ഞാൻ ഉറങ്ങുകയാണെന്ന്. എന്താടാ പറഞ്ഞത്? നിന്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് നിന്റെ അച്ഛന് വേറൊരു പെണ്ണുണ്ടായിരുന്നു എന്ന്. അതിന്റെ മോനായി രാജു. അവൻ നിന്റെ അച്ഛനെ തട്ടിക്കൊണ്ടു പോവും. പിന്നെ നീയും നിന്റെ അമ്മയും എവിടെ? എന്ത് പറ്റി മോളെ? എന്ത് പറ്റി? രാജുവിന്റെ അച്ഛൻ ആരാ? മമ്മി ഒന്ന് എന്തിനാ? നമ്മുടെ ഡാഡിയാണോ രാജുവിന്റെ അച്ഛൻ? എന്നാര് പറഞ്ഞു? ആ അരവിന്ദ് അങ്കിളിന്റെ ബാബു. ഡാഡിയെ തന്റെ നാട്ടിലേക്ക് തട്ടിക്കൊണ്ട് പോകാനാ രാജു ഇവിടെ വന്നിരിക്കുന്നത്. ഡാഡിയെ അവൻ കൊണ്ടുപോകുമോ മമ്മി? ഒന്ന് ഡാഡി നിൽക്കാനാണ്?
ലക്ഷ്മി നിന്റെ മണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോ? നിന്റെ മോനായിരുന്നെങ്കിൽ നീ ഇങ്ങനെ നോക്കിയിരിക്കുമോ? സാറാണ് എന്റെ അപ്പൻ. എന്തായത്? എന്തായതെന്ന് ചോദിച്ചില്ലേ? ഞങ്ങൾ പോകുന്നു. പോകുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ മോൻ മതിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഓഹോ, സന്തോഷം. ഇനിയും എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ പ്രവർത്തികൾ എനിക്ക് മാത്രമേ അറിയൂന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പൊ അത് നാട്ടിൽ മുഴുവൻ പാട്ടായി. അതെ, ഞാൻ പറയുന്നത് കേട്ടത് മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും മോളും വേണമെങ്കിൽ ആ ചെക്കനെ പറഞ്ഞു വെച്ചിട്ട് വിളിച്ചാൽ മതി. എല്ലാത്തിനും ഒരു അതിരുണ്ട്. വാ മോളെ. ഓട്ടോ വെച്ചേക്കും. എത്രയായി? 3:20. ദാ വരുന്നു. എന്തു പറ്റി മോളെ? മമ്മി ഡാഡിയായിട്ട് വഴക്കുണ്ടാക്കിയോ? ആ മോളെ, അതിനകത്ത് പോയിരുന്ന് കളിക്ക്. അമ്മമ്മ പോയി മമ്മിയോട് വർത്താനം പറഞ്ഞിട്ട് വരാം. പോ. என்னமாச்சு? அழுத்துட்டு வந்தாங்க? ഒന്നുമില്ല. എന്തു പറ്റി? എന്തു പറ്റി മോളെ? കരയാതെ കരയാതെ മോളെ. നമുക്കെല്ലാം ശരിയാക്കാം. എന്റെ മോള് കരയാതെ. അമ്മയെ നോക്കി, നമുക്കെല്ലാം ശരിയാക്കാം. മോള് കരയാതെ കരയാതെ മോളെ. എന്റെ മോള് കരയാതെ. നോക്കൂ, ഇത് നിന്റെ വീടാണ്. നീ ജനിച്ചതും വളർന്നതും കല്യാണം കഴിച്ചതും ഒക്കെ ഈ വീട്ടിലാണ്. നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കുകയും ചെയ്യാം. പക്ഷേ അതല്ല പ്രശ്നം. ആ കൊച്ചിനെ പറഞ്ഞയക്കാനായിട്ട് നീ രവിയോട് വഴക്കിട്ട് വന്നു. രവി പറഞ്ഞയച്ചില്ല എന്ന് വെച്ചു. നീ എന്ത് ചെയ്യും?
ഭർത്താവിനെ വിട്ടിട്ട് ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാൻ പറ്റുമോ? ആ കൊച്ചിനെ പറഞ്ഞയക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീരുമോ? ആ വീട് വിട്ടു പോകുന്നത് കൊണ്ട് മാത്രം രാജു രവിയുടെ മകനല്ലാതാകുമോ? നോക്കൂ, ആ വീട്ടിലിരുന്നാലും അല്ലെങ്കിൽ പുറത്തെവിടെയായാലും രാജു രവിയുടെ മോനാ. അത് മാറ്റാൻ കഴിയില്ല. ആ കുട്ടി എവിടെയായാലും രവിയുടെ മകനായിട്ട് ജീവിക്കും, രവിയുടെ മകനായിട്ട് മരിക്കും. സ്വന്തം മകനെ വേർപെടുത്തിയാൽ ഒരച്ഛൻ പൊറുക്കുമോ? ഒരിക്കലുമില്ല മോളെ. രവി നിനക്ക് മാപ്പ് തരില്ല. ഇവളെ നിന്നിൽ നിന്ന് വേർപെടുത്താൻ ആരെങ്കിലും പറഞ്ഞാൽ നീ സമ്മതിക്കുമോ? പ്രസവിച്ചത് നീയല്ലെങ്കിലും രാജു രവിയുടെ മോന. അതൊരിക്കലും മറക്കരുത്. നിന്റെ ദുഃഖം എനിക്കറിയാം. നിന്റെ ദേഷ്യവും ന്യായമായത് തന്നെ, സമ്മതിച്ചു. പക്ഷേ ആരോടോ ഉള്ള ദേഷ്യത്തിനെ നീ ആരോടാ മോളെ കാണിക്കുന്നത്? നിന്റെ ഭർത്താവ് ചെയ്ത കുറ്റത്തിന് നീ എന്തിനാണ് ആ പിഞ്ചു കുഞ്ഞിനെ ശിക്ഷിക്കുന്നത്? ആ കുഞ്ഞിന് എന്തറിയാം? പാവം. അത് ശരിയല്ല മോളെ. ഏതായാലും പ്രസവിച്ചു വളർന്ന് മരിച്ചുപോയി. അവൻ ആകപ്പാടെ ഉള്ളത് രവി മാത്രമാണ്. നീ ആ കുട്ടിയെ പുറത്ത് അവൻ അനാഥനായിട്ട് വളരേണ്ടി വരും. നീ എന്തിനാണ് ആ പാവം വയ്ക്കുന്നത്? ഏതോ ഒരു ജോർജിന്റെ മോനായിരുന്നപ്പോ നീ അവനെ ലാളിച്ചു, സ്നേഹിച്ചു. പക്ഷേ പിന്നവൻ രവിയുടെ മോനാണെന്നറിഞ്ഞപ്പോ നീ അവനെ വെറുക്കുന്നു. അത് ശരിയാണോ? ന്യായമായിട്ട് നോക്കിയാൽ നീ ഇപ്പോഴാണ് അവനെ കൂടുതൽ സ്നേഹിക്കേണ്ടത്. കാരണം ഇപ്പോഴവൻ അന്യനല്ല, നിന്റെ സ്വന്തമാണ്. ഞാൻ പറയുന്ന കേക്ക്. ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് അങ്ങനെ സംഭവിച്ചു പോയാൽ അന്തസ്സായി അതിനെ നേരിടണം, അത് സ്വീകരിക്കണം. അതിനെ നീ എതിർക്കുകയാണെങ്കിൽ നിന്റെ സന്തോഷം നഷ്ടപ്പെടും. നിന്റെ മാത്രമല്ല, രവിയുടെയും ലക്ഷ്മിയുടെയും പിന്നെ രാജുവിന്റെയും. നിങ്ങളുടെ 4 പേരുടെയും ഭാവി നിന്റെ ഈ ഒരൊറ്റ തീരുമാനത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ഇതുവരെ നിന്നോട് പറയാത്ത ഒരു കാര്യം ഇന്ന് പറയാം. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം നിന്റെ അച്ഛന് ഞാൻ കൂടാതെ 2 സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇനി എന്റെ അറിവിൽപ്പെടാതെ എത്രയുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. നോക്കൂ, സമയവും സന്ദർഭവും ശരിയായി ഒരു പെണ്ണും സമ്മതിച്ചാൽ 99.9% ആണുങ്ങളും വീണുപോകും. ആ സൃഷ്ടി അങ്ങനെയാ. മരിക്കുന്നതുവരെ അങ്ങേരുടെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉള്ളെന്ന് നിന്റെ അച്ഛൻ അഭിനയിച്ചു. അത് പരിപൂർണമായി വിശ്വസിച്ചതായി ഞാനും അഭിനയിച്ചു. മൊത്തത്തിൽ ഞങ്ങളുടെ ജീവിതം മികച്ച അഭിനയം നടന്ന ഒരു നാടകമായിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെ നീയും ഇതൊക്കെ അറിയാതിരുന്നത്. എനിക്കിതൊക്കെ എന്നോ അറിയാമേ. നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന ലീലയും പിന്നെ അച്ഛന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സാവിത്രിയേട്ടത്തെയുമല്ലേ? അപ്പൊ പിന്നെ രവിയെ പോലൊരു ഭർത്താവിനെ തപസ് ചെയ്താലും കിട്ടില്ലെന്ന് ഈ തന്നെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെയാവുമെന്നറിയില്ല, നമ്മൾ അറിഞ്ഞതുവരെ. തീർച്ചയായിട്ടും കെട്ടഴിച്ചു വിടണ്ട കേട്ടോ, അത് ആപത്താണ്. നീ നിന്റെ വാതിലടച്ചാൽ ഇത് മറ്റൊരു വാതിലേക്ക് തിരിഞ്ഞു പോയാലോ? ഒരു മകൻ വേണമെന്ന് നീ ആഗ്രഹിച്ചു. ഞാൻ അന്ന് പറഞ്ഞതുപോലെ ദൈവം ഒരു മകനെ നിനക്ക് തന്നു. രാജു നല്ല കുട്ടിയാണ്. രവിയെപ്പോലെ അവൻ നല്ലൊരു പുരുഷനായി വളരും. നിങ്ങൾക്ക് വയസ്സാവുമ്പോൾ അവനായിരിക്കും നിങ്ങളെ നോക്കുന്നത്. നിന്റെ മോളാവില്ല. കല്യാണം കഴിയുന്നതോടെ അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ ഓടിക്കളയും. രാജുവിനെ വിടരുത് മോളെ.
അല്ല, അവർ രണ്ടുപേരും പുറത്തുപോയി. 1 മണിക്കൂറായി. ഓ, എവിടെയാ പോയതെന്നറിയാമോ? എയർപോർട്ടിലേക്കാ. എയർപോർട്ടിലേക്കോ? രാജുവിനെ ഡൽഹിക്ക് അയക്കാനാ. വൈകുന്നേരത്തെ ഫ്ലൈറ്റാ. Indian Airlines announces the arrival of their flight IC521 from Madras. Thank you. Please, Indian Airlines announces the departure of their flight IC404 to Delhi. Passengers are requested to check through security and proceed to the departure lounge. Thank you. ഞാൻ ഫാദർ ജോണിനോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡൽഹി എയർപോർട്ടിൽ നിന്നെ മീറ്റ് ചെയ്യും. മോനെ പറഞ്ഞയക്കുന്നത് കൊണ്ട് വിഷമിക്കരുത് കേട്ടോ. മോൻ നന്നായി പഠിക്കണം. എന്ത് വേണമെങ്കിലും എനിക്ക് എഴുതണം. ഓക്കേ? എവിടെയായാലും എന്നെ പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കും. कृपया ध्यान दीजिए, इंडियन एयरलाइंस की उड़ान IC404 अब दिल्ली जाने के लिए तैयार है. यात्रियों से निवेदन है कि वे अब उड़ान की ओर प्रस्थान करें. धन्यवाद. Your attention please. Indian Airlines flight IC404 to Delhi is now ready for departure. Passengers are requested to proceed to the aircraft. Thank you. സമയമായോ? ഞാൻ പോട്ടെ ഡാഡി.
നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ.